സുപ്രധാനമായ വാർത്തയെത്തുന്നു. ഹൈക്കോടതിയിൽ നിന്ന് പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതിയായ KN ആനന്ദകുമാറിന് ജാമ്യമില്ല. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഷപ്ന സിയ ചേരുന്നു വിവരങ്ങളുമായി. ഷപ്ന, നേരത്തെയും ആരോഗ്യ കാരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകിയിരുന്നതാണ് ആനന്ദകുമാർ. പക്ഷേ ഹൈക്കോടതി ഇപ്പോഴിതാ വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്? ലക്ഷ്മി, പകുതി വില തട്ടിപ്പ് കേസിലെ NGO കോൺഫെഡറേഷൻ ചെയർമാനായ KN ആനന്ദകുമാറിന് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യാപേക്ഷ തള്ളിയത്. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും ചൂണ്ടിക്കാണിച്ചായിരുന്നു ആനന്ദകുമാർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. ഹർജിക്കാരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ജയിലിന് പുറത്ത് ചികിത്സ ആവശ്യമാണെന്നും അഭിഭാഷകൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് കൃത്യമായി വിലയിരുത്താതെ ജാമ്യം നൽകുന്ന രീതി ഇനി ഇല്ല എന്ന് കോടതി തീർത്തും പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പലരും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യാപേക്ഷ നൽകുകയും പിന്നീട് തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ അംഗീകരിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. KN ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ, ബീന സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ഈ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക അംഗങ്ങളാണ്. അതിൽ അംഗങ്ങളെ നിർദ്ദേശിക്കാനുള്ള അധികാരവും ചെയർമാനായ ആനന്ദകുമാറിനാണ്. അതുകൊണ്ട് തന്നെ ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ റോൾ വഹിക്കുന്ന ആൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ജാമ്യം അനുവദിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന നിലയിലേക്ക് പകുതി വില തട്ടിപ്പ് വികസിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ഏത് ഘട്ടത്തിൽ നിൽക്കുകയാണ്? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ പണം സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഷബ്ന? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. 500 കോടിയോളം രൂപയുടെ പകുതി വില തട്ടിപ്പ് നടത്തി എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് KN ആനന്ദകുമാർ. ഈ ആനന്ദകുമാറിനടക്കം പങ്കുള്ളതിന്റെ നിർണായകമായ രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-നാണ് ഇത്തരത്തിൽ ഓഫർ തട്ടിപ്പിനായി 5-അംഗ ട്രസ്റ്റ് രൂപീകരിച്ചത് എന്ന കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകമാനം ഈ രീതിയിൽ തട്ടിപ്പ് നടത്തി എന്നതാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിരവധി ആളുകളെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാർ അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്ത് ഇത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.